കുട്ടികളിലെ വൈകാരിക പ്രശ്നങ്ങൾ, വികാരങ്ങൾ വളരെ കൂടുതലായിരിക്കും കുട്ടികൾക്ക്. പിന്നെ എന്നാൽ ആ വികാരം പെട്ടെന്ന് കുറയുകയും ചെയ്യും, മാറുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അവർ കാണുന്ന സാധാരണ ഭയങ്ങൾ, ദുഃഖങ്ങൾ, പിന്നെ ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം, ഇതെല്ലാം കൂടും. കുട്ടികളിലാണെങ്കിൽ അത് കൂടുതലായിരിക്കും. ദേഷ്യം, വലിച്ചെറിയൽ, ഇതെല്ലാം കൂടും. പക്ഷേ അത് പിന്നെ താൽക്കാലികമായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറും. അതേസമയം മുതിർന്നവരിലാണെങ്കിൽ വൈരാഗ്യ മനോഭാവം അതിങ്ങനെ നീണ്ടു നിൽക്കും. അതാണ് മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്നതാണ് കുട്ടികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോഴേക്കും അവരുടെ പ്രശ്നം തീർന്ന് അവർ പോയി കളിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വൈകാരിക പ്രശ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അമിതമായ ദുഃഖമാണോ, ദേഷ്യമാണോ, വെറുപ്പാണോ, നിരാശയാണോ, അക്രമാസക്തിയാണോ, ഇങ്ങനെയുള്ള തലങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു തലം വരണം. ഒന്ന് ശാന്തമായി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറുന്നതാണ്, അങ്ങനെ അങ്ങ് മാറ്റുക. പിന്നെ ഇവരുടെ തന്നെ ഏതെങ്കിലും മൂലകാരണങ്ങൾ, ഈ വൈകാരിക പ്രശ്നങ്ങൾക്ക് മൂലകാരണങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട്, ഒരു അധ്യാപകനോട് ഭയമായിരിക്കും, അല്ലെങ്കിൽ ഇവൻ്റെ സ്വതയുള്ള പ്രശ്നമായിരിക്കും, ഇവന് പെട്ടെന്ന് അക്രമാസക്തി, പെട്ടെന്ന് ദേഷ്യം വരുന്ന സാധനം വലിച്ചെറിയുക. അപ്പോൾ അത് ഡീസെൻസിറ്റൈസ് ചെയ്ത് അവൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ മാറ്റി ഇവനെ കണ്ടീഷനിലാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്നതാണ് അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ ഈ അസ്വസ്ഥതകൾ കുറച്ച് കിട്ടാൻ ശ്രമിക്കണം. എന്നാൽ അതേസമയം അവൻ്റെ നിർബന്ധ ബുദ്ധിക്ക് എല്ലാത്തിനും നമ്മൾ പിന്നെ എന്നതാണ് അതുപോലെ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. മുഴുവൻ പ്രശ്നമായി കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് മുതലെടുക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നെഞ്ചിലിട്ട് 2 ഇടി ഇടിച്ചാൽ കാര്യം നടക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നെഞ്ചിലിട്ട് അവനെ ഇടിക്കും. തലയിട്ട് കുത്തി കഴിഞ്ഞാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ രക്തം പൊട്ടണമെന്നും പ്രശ്നമല്ല, അവൻ തലയിട്ട് ഇടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പിന്നെ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോഴായിരിക്കും ഈ വൈകാരിക പ്രശ്നങ്ങളെ ശാന്തമായിട്ട്, അപ്പോൾ അവൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവനെ തന്നെ പഠിപ്പിക്കുക. ദേഷ്യം, ദുഃഖം, വെറുപ്പ്, കുറ്റബോധം, നിരാശ, അപകർഷത, ഇതിനെ അഭിമുഖീകരിക്കാൻ അവനെ തന്നെ സഹായിക്കുകയാണ് ആദ്യത്തെ പണി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കുറച്ച് കിട്ടാൻ സാധിക്കും. പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചില മരുന്ന് കൊടുക്കേണ്ടതാണ്, മരുന്ന് കൗൺസിലിംഗ് കൊണ്ടുകൊണ്ടാണ്, കൗൺസിലിങ് അവനെ കൊണ്ട് തന്നെ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് എഴുതി വെപ്പിക്കൽ. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് ഇത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന മക്കളെയും അവരുടെ വൈകാരിക പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ. കർത്താവെ സുഖപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.